പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹവന്ദനം. എൻ്റെ മക്കളെ, പരീക്ഷ നടന്നുകൊണ്ടിരിക്കണേ. അച്ഛൻ്റെ മനസ്സെപ്പോഴും പരീക്ഷക്കാരുടെ കൂടെയാണ് ഇപ്പോൾ. ആദ്യത്തെ അനുഗ്രഹങ്ങളെല്ലാം അവർക്കാണ്, നമ്മളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും, ഇന്നത്തെ വിഷയങ്ങൾ. കർത്താവേ, കുഞ്ഞുങ്ങളെ പരീക്ഷയിലാണ്. എല്ലാ വേനലവധി പരീക്ഷകളെയും അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവ്, വിജയം നൽകുന്നത് കർത്താവാണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. ഐസയ്യാ 41:10 പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വിജയകരമായ വലതുകരത്തിൽ നിന്നെ താങ്ങി നിർത്തും. കർത്താവെ, ആറിപ്പോയിനെ ചൂടാക്കുകയും വാടിപ്പോയിനെ നനച്ച് കിടപ്പിക്കുകയും ചെയ്യുന്ന നിൻ്റെ വലതുകരത്തിൻ്റെ കരുത്തിൽ അങ്ങയുടെ മക്കളെ താങ്ങി നിർത്തി. ഉത്കണ്ഠയുള്ള മക്കളുണ്ട് ഈശോയെ, വിഷയപ്പേടിയുള്ള പരീക്ഷപ്പേടിയുള്ള മക്കളുണ്ട് ഈശോയെ. ഒരു ചാൻസ് കൂടി, ഒരു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാമായിരുന്നു പറഞ്ഞുകൊണ്ട് മനസ്സ് ഇടിഞ്ഞു പോയ മക്കളുണ്ട്. അവരുടെ എല്ലാം അങ്ങനെ ദിവസം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെന്ത് എഴുതുന്നുവോ, അവരെന്ത് മനസ്സിലാക്കുന്ന ചോദ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും ഒന്നും വിട്ടുപോകാതിരിക്കാനും അവർക്ക് ഓർമ്മശക്തി, കർത്താവിൻ്റെ രക്തം അവരുടെ ഓർമ്മകളെ സ്മൃതികളെ സ്പർശിക്കുകയും യേശുക്രിസ്തു നാമത്തിൽ നീ ഓർത്ത് പരീക്ഷയെ പ്രതിഫലിപ്പിച്ച് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. കർത്താവ്, ഇന്നത്തെ ദിവസം ഈ ഫെബ്രുവരി 24-ാം തീയതി യാത്ര ചെയ്യുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഓരോ ഡോക്യുമെൻ്റുകൾ ഒപ്പിടുന്ന സന്ദർഭത്തെ, വിഷയത്തെ, ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ, സ്കൂളിൽ പോകുന്നവരുണ്ട്, ഓഫീസിൽ പോകുന്നവരുണ്ട്, തൊഴിലിടങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും നിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയും എന്തിനു വേണ്ടിയാണോ അങ്ങയുടെ മക്കൾ പോകുന്നത് അവിടെയെല്ലാം അങ്ങയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ സമയ ചുരുക്കത്തോടു കൂടി കർത്താവെ, സമയം വേസ്റ്റ് ഉണ്ടാകാതെ, ഇരട്ടിപ്പണി ചെയ്യാൻ ഇടവരുത്താതെ എല്ലാം ഓർത്ത് എല്ലാത്തിനും ആവശ്യമായ ആൾക്കാരെ കൃത്യമായ സമയത്ത് സംലഭ്യമാക്കി അങ്ങയുടെ മക്കളുടെ ഉദ്യമങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരോഗ്യത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര, അങ്ങയുടെ മക്കളുടെ ഓരോ ഉദ്യമങ്ങളും അവർ തിരിച്ചു വരുന്നത് വരെ അവർ ചെയ്യുന്ന വ്യക്തികൾ, ചെയ്യുന്ന വിഷയങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാം കർത്താവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ, കൂടുതൽ ടെൻഷൻ അടിച്ചു പോകുന്ന മക്കളുണ്ട്. പാസ്പോർട്ട് ഇൻ്റർവ്യൂ, വിസ ഇൻ്റർവ്യൂ, അതുപോലെയുള്ള ഇൻ്റർവ്യൂകളിലേക്ക് ടെൻഷൻ അടിച്ചു പോകുന്നവരുണ്ട്. കർത്താവ്, കണ്ണുനീരോടെയാണ് അവർ പോണത്. അവർ ജയഘോഷത്തോടെ കൊറ്റയുമായിട്ട് സങ്കീർത്തനെ പോലെ തിരിച്ചെത്താൻ അവരെ നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഉദ്യമങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഓരോ ചിന്തകളും, നീ സംസാരിക്കുന്നതും, നീ ചെയ്യുന്ന കാര്യങ്ങൾ, മാസങ്ങളായും വർഷങ്ങളായിട്ടും വീണുപോയ കാര്യങ്ങൾ, കിടന്നുപോയ കാര്യങ്ങൾ, ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, പൊട്ടിമുളകാത്ത വേരുകൾ ഉറഞ്ഞു ഭൂമിക്കടി കിടക്കണ പോലെ ജീവിതത്തിൻ്റെ ചില വിഷയങ്ങൾ, ക്ലോസായിപ്പോയ ഫയലുകൾ എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഈശോയെ ഡൈവേഴ്സായിക്കൊണ്ടിരിക്കുന്ന മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രസവിക്കാൻ പോകുന്ന അമ്മമാരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാനസിക ആകുലതകളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നവരുണ്ട് ഈശോയെ. അവരുടെ ആന്തരിക അവയവങ്ങളിൽ കർത്താവ് വിഷമതകൾ, രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അത് ഓരോ തരത്തിലുള്ള രോഗങ്ങൾ, ഓരോ തരത്തിൽ കർത്താവ് വിദഗ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങൾ വേദനയോടെ മനസ്സിലാക്കി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ സെക്കൻഡ് ഒപ്പീനിയൻ പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ ആ മക്കളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഈ നിമിഷം ആരെല്ലാം ഈ പ്രാർത്ഥന കേൾക്കുന്നുവോ, ഈ പ്രാർത്ഥനയെല്ലാം കൂടുന്ന നിമിഷങ്ങളെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളെ ആവശ്യിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവീസിലായി നയിക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് എപ്പോഴും ഇങ്ങനെ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കണം. നല്ല അസുഖമാണ്. ഇത് അവരുടെ അടയാളമൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. എപ്പോഴും അടയാളം വേണം അവർക്ക്. എല്ലാ പ്രാർത്ഥനയ്ക്കും അവരുടെ അടയാളം വേണം. അടയാളം ഇല്ലെങ്കിൽ പ്രാർത്ഥന ഫലിച്ചില്ലെന്നുള്ള ചിന്തയാണ്. അപ്പോൾ അതൊക്കെ അവരോടെല്ലാം കൂടി ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ചിന്താ വിഷയം.
ജെറമിയ 23:21 കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥമായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? എന്നുവെച്ചാൽ അതായത് ഓരോ അടയാളം കാണുമ്പോൾ മാത്രമാണോ ദൈവം? അപ്പം മാത്രമേ പ്രാർത്ഥനയുള്ളൂ, അപ്പം മാത്രമേ ആധ്യാത്മികമായ ജീവിതമുള്ളൂ, അപ്പം മാത്രമേ പള്ളിപ്പോക്കും കുരിശുവരിയൊക്കെ ഉള്ളൂ? അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അടുത്ത ചോദ്യം, അവരോടുള്ള ചോദ്യമാണ് അടുത്തത്. കേട്ടെ, വായിച്ചേ. ജെറമിയ 23:23. ജീവിതത്തിൽ നിന്ന് ചില സമയത്ത് ദൈവം വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ല. വല്ല കാര്യമുണ്ട് ദൈവത്തെ കൊണ്ട് ചോദിപ്പിക്കാൻ? ഇങ്ങനെയുള്ള അണ്ണന്മാർ ഭൂമിയിലുള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് ദൈവം എന്ന് പറയുമ്പോൾ സമീപസ്ഥമായിരിക്കുമ്പോൾ മാത്രമാണ് ആ ദൈവം. ഞാൻ വിദൂരത്തിലിരിക്കുമ്പോഴും നിങ്ങളുടെ ദൈവമല്ലേ എന്ന് വെച്ചാലേ, എൻ്റെ മക്കളെ, ചില കാര്യങ്ങൾ നടക്കാൻ താമസിക്കുകയോ നടക്കുകയോ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോഴും അതിൻ്റെ പേരിൽ കാര്യം നടന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ തൂക്കി നോക്കരുത്. ദൈവത്തെ തൂക്കി നോക്കിയാലുണ്ടല്ല ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? നീ ദൈവത്തെ തൂക്കുക, അപ്പം തിരിച്ചു തൂക്കുക. അതാണ് കുഴപ്പം. ദൈവത്തോട് എന്ത് ചെയ്താലും തിരിച്ചു വരും. ദൈവത്തെ അളന്ന തിരിച്ചളക്കും. അപ്പം നമ്മൾ താങ്ങത്തില്ല. ഇപ്പം തൂക്കണമെന്ന് വെച്ചേ, ദാനിയേൽ നെബൂഖദ്നേസർ രാജാവ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭിത്തിയിൽ ദർബാർ നടക്കുന്ന സമയത്ത് ഒരു കൈ വന്നിങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ആൾക്കാരെല്ലാം വായിക്കും, ദാവീദ് രാജാവും വായിക്കും. വാട്ട് ഈസ് ഇറ്റ്സ് മീനിങ് ഓഫ് മേനെ തെക്കൽ ഉപാർസിൻ. അതായത് ഈ ബെൽഷാസർ രാജാവിൻ്റെ രാജധാനിയിൽ ദർബാർ നടക്കുകയാണ്. അവിടെ വെച്ചാണ് പെട്ടെന്ന് ഒരു വിരൽ ഒരു കൈ വന്നിട്ട് കുറേ സാധനങ്ങൾ ഭിത്തിയിൽ എഴുതിയിടും. അത് ദാനിയേൽ മേനെ തെക്കൽ ഉപാർസിൻ. അത് മേനെ തെക്കൽ ഉപാർസിൻ. അപ്പോൾ കൈ ഇങ്ങനെ ചരിച്ചുകൊണ്ട് പോണതും ഇങ്ങനെ മേനെ തെക്കൽ ഉപാസന ചെയ്തിരിക്കുന്നത് ആൾക്കാർ കാണുന്നുണ്ട്. അവർ ഭയന്ന് പോയി. കാര്യം ആളില്ല, കൈ മാത്രം. ദാവീദ് ഈ ബെൽഷാസർ രാജാവ് ഈ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു, ഇത് ഇങ്ങനെ വായിക്കണേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഈ ദാനിയേൽ എന്ന് പറഞ്ഞൊരു ബിരുദൻ ഇവിടെ ഉണ്ട്, ഇവരിങ്ങനെയുള്ള സംഭവങ്ങൾ വായിക്കുന്ന ആളാണ്, യഹോവയുടെ തനി സ്വന്തം കക്ഷിയാണെന്ന് പറഞ്ഞു. വിളിച്ചു വരുത്തിയിട്ട് അന്ന് ദാനിയേൽ ഇത് വായിക്കും. ദാനിയേലിന്റെ പുസ്തകം 5:24 വചനങ്ങൾ. അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ കരങ്ങളാണ്. ആ ലിഖിതം ഇതാണ്. മേനെ തെക്കേൽ പാർസീൻ. ഇതാണ് അർത്ഥം. മേനെ, ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെക്കേൽ, നിന്നെ തുലാസിൽ തൂക്കി, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, ഭാരം കുറഞ്ഞതായി കണ്ടു. അതാണ് ദൈവത്തിന് നമുക്കൊരു മിനിമം ഭാരം വേണം. പേരസ്, നിന്റെ രാജ്യം വിഭജിച്ച് മേദിയാക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. ഓക്കെ, അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കുറേ നാൾ ചെല്ലുമ്പോൾ തിന്മകൾ വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ പറയുക? തിന്മകൾ വർദ്ധിക്കാൻ കാരണമുണ്ട്. അത് കർത്താവിൻ്റെ വിശുദ്ധ അൾത്താറിലുണ്ടായിരുന്ന പുണ്യപാത്രങ്ങളാണ് ഇവൻ്റെ വെപ്പാട്ടികൾക്ക് വീഞ്ഞു കുടിക്കാൻ കൊടുത്തിരിക്കുന്നത്. പോക്കത്തിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ അധർമ്മം വർദ്ധിക്കുമ്പോഴുണ്ടല്ലോ, അധർമ്മം വർദ്ധിക്കുമ്പോൾ ഇപ്പം നമ്മൾ നേടിയെടുത്ത പുണ്യം പോലും കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ ബെൽഷാസർ രാജാവിന്റെ വിഷയം എന്താണ്? അധർമ്മം വർദ്ധിക്കുന്നതിനാൽ എന്ത് പറ്റി? പലരുടെയും സ്നേഹം തണുത്തു പോകും. അപ്പൊ എങ്ങനെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, നമ്മളില് ഇപ്പൊ നമ്മള് സ്നേഹം, അതുപോലെ തന്നെ ക്ഷമ, ദയ, നന്മ, ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്ന ഒരു കണ്ടെയ്നറാണ് ഇതെല്ലാം. അതിൽ തന്നെ അതിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതൊരു മാർഗം അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറാണ്, ഒരു പാത്രം ആണ്, വെസലാണ്. ഇപ്പോൾ നമ്മൾ ലുത്തീനിയയിലൊക്കെ പറയില്ലേ, വെസൽ ഓഫ് ഓണർ. മാതാവിന് വിളിക്കുന്നത് എന്താ വെച്ചാൽ വെസൽ ഓഫ് ഓണറാണ്, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ. ഇപ്പം ഈ ഭക്തി ആയാലും ശരി, ഇപ്പം അതിനൊക്കെ എല്ലാം വചനത്തിൽ പാത്രം എന്നാണ് പറഞ്ഞത്, വെസൽ എന്ന കണ്ടെയ്നറാണ്. അപ്പോഴേ ഈ ബെൽഷാസർ രാജാവിനെ അയാൾക്ക് കൂടുതൽ
തിന്മകൾ നിറയുമ്പോൾ എന്ത് പറ്റും? കർത്താവ് ഈ മത്തായി 24:12 ഇത് അത്തറും വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. അതാണ് ഞാൻ നിന്നെ പാർസ്യൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി. എന്ത് പറ്റി? നീ കുറവുള്ളവനായിട്ട് കണ്ട്, ഭാരം കുറഞ്ഞവനായിട്ട് കണ്ടാൽ അവൻ്റെ സ്നേഹമില്ല. അവന് അത്തറവും വർദ്ധിച്ചു, സ്നേഹമില്ല. അതാ മത്തായി 24:12 അത്തറവും വർദ്ധിച്ചു, വൃത്താസറിനെ അത്തറവും വർദ്ധിച്ചു. അപ്പം എന്ത് പറ്റി? സ്നേഹമില്ല. തൂക്കി നോക്കി, നീ സ്നേഹത്തിൻ്റെ കുറവ് കണ്ടു എന്നാ പറഞ്ഞ. സ്നേഹത്തിൻ്റെ കുറവ് കണ്ടു. യേശു എന്താ പറയുക? നിങ്ങൾ അളക്കുന്ന അളവ് പോലും കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. പഴയ നിയമത്തിൽ നിന്നെ ഞാൻ തൂക്കി നോക്കുമെന്നാണ് വെച്ചാൽ ആ തൂക്കം പോലെ നിനക്കും ആ തൂക്കം ബാധകമാണെന്ന്. അത് ആയുസാണ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴെന്താ പറയണത്? പുതിയ നിയമത്തിൽ വരുമ്പോഴും വലിയ വ്യത്യാസം, നയത്തിനും നിലപാടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നോൻപിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയല്ലേ. അപ്പോഴതിൻ്റെ ഒരു ആമുഖമായിട്ട് വേണം നിങ്ങളിത് കരുതാൻ. ഈ നോൻപ് കാലത്ത് നഷ്ടപ്പെട്ട ധർമ്മങ്ങളെല്ലാം സ്നേഹമെല്ലാം വീണ്ടെടുക്കണം. കാര്യം എന്താണ്? അളവുകോല് അവൻ്റെ കയ്യിലുണ്ടെന്ന്. അതിനെക്കുറിച്ച് വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറയണില്ലേ? അത് തന്നെ കാര്യം. അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലെന്ന് പറയാൻ ഇല്ലാത്ത കാര്യമില്ല. യോഹന്നാൻ കർത്താവിൻ്റെ അന്ത്യവരവിനെ കുറിച്ചാണ് പറഞ്ഞതെന്നൊന്നുമല്ല. യോഹന്നാൻ പറഞ്ഞത് വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അതായത് മത്തായി 3:11 യോഹന്നാൻ എന്താ പറയുന്നത്? വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഈശോ വീശുമുറമൊന്നും കാണിച്ചില്ലായിരുന്നു. അന്തരം കാണുന്നു, ചെട കേൾക്കുന്നു, ഊമന് സംസാരിക്കുന്നു. യോഹന്നാൻ്റെ മരണം വരെയല്ലേ കുഴപ്പമില്ലാതെ പോയി. അപ്പോൾ യോഹന്നാന് സംശയം തോന്നിയായിരുന്നു. ഈശോ മത്തായി 11 സംശയം തോന്നിയായിരുന്നു. പക്ഷേ യോഹന്നാൻ്റെ കാലം കഴിഞ്ഞപ്പോൾ കറക്റ്റ് കാര്യം പറഞ്ഞു. എന്താണ്? വീശുമുറം യോഹന്നാൻ ഉണ്ടെന്ന് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞല്ല. അത് ശരിയാണ്, അന്ത്യവരവിലായിരിക്കും അത്. പക്ഷേ ഞാനത് നേരത്തെ നിങ്ങൾ പറയുകയാണ്. എന്താ പറയണത്? കർത്താവ് പറഞ്ഞത് നിങ്ങൾ അളക്കുന്ന അളവുകോൽ കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. എപ്പോഴാണ് കിട്ടുന്നത്? അവൻ്റെ വീണ്ടും വരവിൽ. ഈ വീണ്ടും വരവിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ്. നമ്മളെ തന്നെ നമ്മളെ കർത്താവിന് യോഗ്യരായി കണ്ടെത്താനുള്ള കാലമാണ് നോൻപ് കാലം. നോൻപ് കാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ട സമയത്ത് ഇന്നു മുതൽ പ്രത്യേക ഒരു പ്രാർത്ഥനയും കർത്താവോട് കൂടുതൽ അടുത്തിരിക്കുന്നവരെ ഈ നോൻപ് കാലം ഏറ്റവും ഇന്നു മുതൽ തന്നെ പതുക്കെ നോൻപ് സ്റ്റട്ടം ബ്രേക്ക് ഇട്ട് അടിച്ചു പൊളിച്ച് നിർത്തിയിട്ട് പിന്നെ കുറച്ച് കാലം നോൻപ് കഴിയുമ്പോൾ പിന്നെയും പഴയ ദൈവത്തിന് നിരക്കാത്ത നിലപാടും ജീവിതവും അങ്ങനെ വരരുത്. മറിച്ച് പതുക്കെ ദൈവത്തോട് നിത്യമായി ജീവിക്കാൻ. കാരണം ആബ്സെൻസ് നമ്മൾ തുടങ്ങി വെച്ചത് എങ്ങനെയാണ്? ഞങ്ങൾ അകലെ ആയിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ദൈവമല്ലേ എന്നല്ലേ യെരമ്യാ 23:20 ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചില അനുഭവങ്ങൾ, മോശം അനുഭവങ്ങൾ, അത് ദൈവം അകലെയായിരിക്കുന്നത് പോലെ അനുഭവിച്ചുകൊണ്ട് അപ്പോഴും ദൈവം തന്നെയാണെന്നുള്ള ബോധത്തോടു കൂടി ഉള്ളതുപോലെ പെരുമാറാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കുറേ സന്ദേശങ്ങൾ വരുന്നത് അസ്ഥിസംബന്ധമായ രോഗങ്ങളാണ്. അവന് പല്ലും മോണയും തമ്മിലുള്ള ബന്ധം വിട്ടുമാറുക, അതുപോലെ കുഴകളിലുണ്ടാകുന്ന അകൽച്ചകൾ, അസ്ഥിയുടെ അകൽച്ചകൾ മൂലം ഉണ്ടാകുന്ന ഞരമ്പ് ജാമാകുന്ന മൂലം ഉണ്ടാകുന്ന മരവിപ്പുകൾ, ഇങ്ങനെയുള്ള മേഖലയെല്ലാം കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വലത് തുടയിലെ അരയ്ക്ക് താഴെ അകംഭാഗമായിട്ട് ഇങ്ങനെ വെറുതെ ഒരു മുഴ പോലെ പൊങ്ങി വരുന്നുണ്ട്. ആ രോഗത്തെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അച്ഛന് വേണ്ടി, അച്ഛന് സന്ദേശം ലഭിക്കാൻ വേണ്ടി ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ആന്തരിക അവയവങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആന്തരിക അവയവങ്ങൾക്ക് എപ്പോഴും സ്വെല്ലിംഗ് ഉള്ളവർ, ഇൻഫ്ലമേഷൻ ഉള്ളവർ, നീര് എപ്പോഴും കെട്ടിക്കിടക്കുന്ന അവസ്ഥകൾ,
പൊള്ളുന്ന വേദന, എരിച്ചിൽ, പുകച്ചിലൊക്കെ ഉണ്ടാകുന്ന ആന്തരിക അവയവങ്ങൾ അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. I command you, in the name of Jesus Christ, to be healed. നടുവേലിന് വേദനയുള്ളവർ അവിടെ കൈകൾ വെക്കട്ടെ. കിഡ്നിയുടെ അസുഖക്കാരും പതകിന് തന്നെ ബാക്കിൽ കൈകൾ വെക്കട്ടെ, നടുവിന് കൈവെക്കട്ടെ. ഹൃദയത്തിൻ്റെ അസുഖമുള്ളവർ, കരളിന് അസുഖമുള്ളവർ, പാങ്ക്രിയാസിക് അസുഖമുള്ളവർ നെഞ്ചിൻ്റെ പൂട്ടിന് കൈകൂട്ടി വെക്കുക. നെഞ്ചിൻ്റെ പൂട്ടിന്, നെഞ്ചിൻ്റെ കൂമ്പിന് കൈ കൂട്ടി വെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ രോഗാതുരമായ ഇടങ്ങളിൽ ഞാൻ വെക്കുന്ന കൈകളെ എൻ്റെ വിശ്വാസത്താൽ നിന്റെ കൈകളായി ഈ നിമിഷം മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വെക്കുന്ന കൈയുള്ള ഇടത്തിലെ എല്ലാ രോഗങ്ങളും യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, ഇപ്പോൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗങ്ങളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിഞ്ഞ് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, മഹത്വം. നമ്മളെ കൈവെക്കാൻ പോകുന്നത് ഉദരത്തിലാണ്. ഉദരത്തിലെ ഊടിലെ കുടലിനൊക്കെ അസുഖമുള്ളവർക്ക് ഊട് പൊത്തി കൈവെക്കാവുന്നതാണ്. ആമാശയം, ഉദരം, കുടൽ, വൻകുടൽ, ചെറുകുടൽ, അതെല്ലാം ഊട് പൊത്തി കൈവെക്കേണ്ടതാണ്. യൂട്രസ്, അതുപോലെ തന്നെ മൂത്രാശയ രോഗങ്ങൾ, മൂത്രത്തിൽ കല്ല്, അണ്ടാശയത്തിൽ കല്ല്, അരിസസ് രോഗങ്ങൾ, പിഷ രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, പിസിയോടികൾ എല്ലാം അടിവയറ്റിൽ കൈവെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ കൈകളെ ഈ നിമിഷം വിശ്വാസത്താൽ നിന്റെ കൈകളായി രൂപാന്തരപ്പെടട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിലെ എല്ലാ സ്രാവരോഗങ്ങള്, രക്തം പോക്കുകള്, അറിയാതെ മൂത്രം പോക്കുകള്, എല്ലാ രോഗങ്ങളും ഈശോയുടെ നാമത്തിലെ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ സ്രാവരോഗങ്ങളും, ഉദരത്തിലുള്ള സർവ്വരോഗങ്ങളെ, ഈശോയുടെ രക്തം തുടങ്ങി എല്ലാ രോഗങ്ങളെ എടുത്തു മാറ്റുന്നതിനോർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, മഹത്വപ്രധാന. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. തൈറോയ്ഡ് രോഗികളെ കഴുത്തിന് കൈവെക്കുക. ടോൺസിൽ രോഗികളെ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ പിൻകഴുത്തിലും കൈവെക്കുക. വലിയ ശ്വാസമുള്ള ആസ്മ രോഗികളെ ശ്വാസകോശങ്ങളിലെ ഈശോയുടെ നാമത്തിൽ കൈവെക്കുക. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, ഞാൻ കൈവെക്കുന്ന ഇടത്തെ എൻ്റെ ശാരീരിക അസ്വസ്ഥങ്ങളെ ഈശോ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, തൈറോയിഡ് രോഗങ്ങൾ, സ്പോണ്ടിലൈറ്റിസ് രോഗങ്ങൾ, മറ്റ് പല വിധത്തിലുള്ള Lord Jesus Christ, pour out Your Spirit, the fire finger, soak with the precious blood. I command you, in the name of Jesus Christ, to be healed. ഇരുകരത്താൽ താങ്ങി എന്നെ, ഇരുരക്തത്താൽ കഴുകണമേ. ഇരുകരത്താൽ
രക്തം യേശുവിൻ തിരുരക്തം യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധന സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കൈകാല കുഴയുന്നവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ഉറക്കമില്ലാത്തവർ, ഡിപ്രഷനുള്ളവർ ഒക്കെ നെഞ്ചിലും നെറ്റിക്കും കൈവച്ചുകൊണ്ട് ഈശോ നാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit. Touch the fire finger, suck with the precious blood. I command you, in the name of Jesus Christ, to be healed. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധന സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധന സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗികളും പ്രിയപ്പെട്ടവരും വെന്റിലേറ്ററിലും ഐസിയുവിലും കിടക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അറിവിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അവർക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാകത്തില്ല, കർത്താവിനെ അറിയാത്തവർ കൂടിയാവും. പക്ഷെ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം എന്താ? ദൈവസ്നേഹമാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ദൈവസ്നേഹത്തിലാണ് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ബന്ധുക്കള്, സ്വന്തപ്പെട്ടവര്, ഞങ്ങൾക്കറിയാവുന്നവര് ഐസിയുയിലും വെന്റിലേറ്ററിലും ആശുപത്രികളിലും വീടുകളിലും കിടന്ന് നരകിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ രക്തം ഈ നിമിഷം തളിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, ആശുപത്രികളിലും വെന്റിലേറ്ററിലെല്ലാം കിടക്കുന്ന എല്ലാ രോഗികളെ കർത്താവിന്റെ ദിനത്തെ ഒഴുക്കി സൗഖ്യപ്പെടുത്തുന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്ന ഹല്ലേലൂയ. യേശു നാമം മഹത്വപ്പെട്ട. ഇരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. ഇരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ തിരുരക്തം യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ തിരുരക്തം. ഈ സർവീസ് പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. സർവീസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പം നിങ്ങളുടെ കമ്പനി നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷേ പല കാര്യവും മെറിറ്റോറിയസ് ആയിട്ടെങ്കിൽ ലഭിക്കേണ്ടത് ലഭിക്കണില്ല. ഇല്ലെങ്കിൽ നിൻ്റെ സീറ്റ്, നീ ജോലി ചെയ്യുന്ന സീറ്റ് ഇപ്പോഴും സാലറി സാങ്ഷൻ ആയിട്ടില്ല. പല ശമ്പള കുടിശ്ശികളും പെൻഡിങ്ങായി കിടക്കുന്ന, ചിലപ്പോൾ നിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി നീ അത്യാവശ്യപ്പെട്ടിട്ട് നിനക്ക് കിട്ടാത്തൊരവസ്ഥയാകാം. ചിലപ്പോൾ നീ ഡെപ്യൂട്ടേഷനിലേക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്തതും അവിടെ ആ ജോലി തുടരാൻ പറ്റാത്ത അവസ്ഥയാകാം. ഇങ്ങനെ ഉണ്ടാകുന്ന മുഴുവൻ സർവീസ് പ്രോബ്ലംസ് നീ ഉടമ്പടി വെച്ചിട്ടുള്ളതാ. നീ ഇപ്പം അത് ഈശോനോട്, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, സർവീസ് പ്രോബ്ലംസ്, സേവന പ്രശ്നങ്ങൾ, അതിൻ്റെ സാങ്കേതികമായ കുരുക്കുകളെ കോടതി അഴിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അഴിഞ്ഞു കിട്ടാത്തവരെ, കോടതിയിൽ നിന്ന് ന്യായമായ തീരുമാനം കിട്ടാത്തവരെ, ഈശോയെ പലതരത്തിലെ ജോലി, ശമ്പളം എല്ലാം മുടങ്ങിയിരിക്കുന്നവരുടെ മേൽ അതിൻ്റെ എല്ലാ തടസ്സങ്ങളും യേശു നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാവിധ കോടതികളും സർവീസ് സംബന്ധമായ എല്ലാ പ്രതിസന്ധി പ്രയാസങ്ങളും കർത്താവേ അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിരുദ്ധരിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. രേഖകളും സർട്ടിഫിക്കറ്റുകളും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കൈമോശം വന്നു പോയി കാണും. ചിലപ്പോൾ നിൻ്റെ പ്രമാണം കാണുന്നില്ലിരിക്കും. കാണാതെ പോയ വസ്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്.
18 കൊല്ലമൊക്കെ ആയിട്ട് പോയ പ്രമാണങ്ങളെ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ആരാധന കഴിയുമ്പോൾ പിറ്റേ ദിവസം കിട്ടും. ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും കിട്ടണത്, വേറെ വീട്ടിൽ നിന്ന് കിട്ടും. അവരടിച്ച് തൂക്കാൻ വേണ്ടി എടുക്കുമ്പോഴായിരിക്കും ഇപ്പോൾ അത് കണ്ടുപിടിക്കണത്. മാതാവ് അവരെ കൊണ്ട് അടിച്ച് തൂപ്പിക്കണതാണ്. അങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ നിനിക്കാമ, പാസ്പോർട്ട്, വിസ, കാർഡുകൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെയുള്ള കാർഡുകളൊക്കെ അതിനകത്ത് പലപ്പോഴും ചിലപ്പോൾ റിവൈസ് ചെയ്ത് കിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള കമ്പ്യൂട്ടർ കുരുക്കുകളുണ്ടാകും. നീ നടന്ന് വിഷമിക്കുക, അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ ജോലി വരെ പ്രതിസന്ധിയാകുന്ന രേഖകളുടെ പ്രശ്നങ്ങളുണ്ട്. ഈ രേഖകൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നഷ്ടപ്പെട്ട രേഖകൾ, കളഞ്ഞുപോയ രേഖകൾ, കുരുക്കിലായ രേഖകൾ എവിടെയുണ്ട്, എങ്ങനെ ചെയ്യണമെന്ന് അമ്മയ്ക്കറിയാം. ഈ വിഷയം മൊത്തം അമ്മ ഈ നിമിഷം ഈശോയ്ക്ക് ഏൽപ്പിച്ച് സങ്കടപ്പെടുന്നവരുടെ മേൽ കരുണ തോന്നണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, രേഖകൾ നഷ്ടപ്പെട്ടവരുടെ മേൽ കരുണ തോന്നുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, കരുണ അറിയണം. യേശുവേ നന്ദി കർത്താവേ. വിൽക്കാത്ത സ്ഥലങ്ങൾ, വിൽക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ, പിന്നെ പാടമൊക്കെ ആയിട്ട് മാറിപ്പോയി കിടക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. ചിലപ്പോൾ വഴി, ആ സ്ഥലത്തുള്ള പെർട്ടിക്കുലർ വഴി തരികട കാണിച്ച് മറ്റേ ആൾക്കാർക്ക്, മറ്റേ ആദ്യം സ്ഥലം തന്ന ആൾക്കാർ വിറ്റ് മാറുമ്പോൾ വഴിയും ആ വഴിയെ പോകുമ്പോൾ നമുക്ക് വഴി ഇല്ലാണ്ടിരിക്കും. ഇങ്ങനെ ഓരോ ചതിയിലൊക്കെ പെടുന്ന മനുഷ്യരുണ്ട്. ഇതെല്ലാം നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. അതെല്ലാം നീ ഇപ്പോൾ ഓർക്കണം. അതെല്ലാം പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോ കേൾപ്പിച്ച്, കാര്യം നമ്മളുടെ കഴിവല്ല. ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് നമ്മുടെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ്. അതുകൊണ്ടാണ് അച്ഛൻ ഇത്രയും ധൈര്യമായിട്ട് ഇതൊക്കെ പറയണ കാര്യം. നിങ്ങളെ ബുദ്ധിക്കൊണ്ട് ആലോചിക്കും പോലെ നടക്കാത്തൊരു പക്ഷേ നടക്കാത്ത കാര്യങ്ങളില്ല. കാര്യം എന്താ? അത് ദൈവത്തിൻ്റെ ശക്തിയിലാണ് നടക്കുന്നത്. ഏതെങ്കിലും വിഷയത്തിന് ഡേറ്റ് ഇടാവുന്നതാണ് നിങ്ങൾക്ക്. എല്ലാ ആരാധനയ്ക്കും നമ്മളുടെ ഈ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയം കടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഉൾക്കാഴ്ചയിലാണ്. സമയത്തിന് മേൽ അധികാരത്തിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. സമയമായില്ല എന്ന് പറഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാകാത്ത സമയമാക്കിയെടുക്കുമ്പോഴും കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട സമയ ഘടികാരത്തിൻ്റെ സൂചനകളെല്ലാം സമയം, മണിക്കൂർ, ദിവസം, ഡേറ്റ് എല്ലാം സമയാധികാരമാണ്. സമയാധികാരം പരിശുദ്ധ അമ്മയുടേതാണ്. അധികാരം പരിശുദ്ധ അമ്മയുടെക്കാണ് സമയത്തിന് മേൽ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത്. അതാണ് കാനായിലെ കല്യാണത്തിൽ കണ്ടത്. പക്ഷെ ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് കൃപാസനത്തിൽ 2004 സമയം കാണിച്ചുകൊണ്ട് അമ്മ നൽകിയ സന്ദേശം. ആ പ്രത്യക്ഷീകരണ സഭ പഠിക്കണമെന്നാണ് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. 1000-10,000 അല്ല, ലക്ഷക്കണക്കിന് മനുഷ്യർ ഉപവസിച്ച് പ്രാർത്ഥിക്കണം ആ വിഷയത്തിന് വേണ്ടി. എല്ലാ നാനാജാതി മതസ്ഥരെ. അമ്മ എന്താ പറഞ്ഞത്? ദുരന്തമുണ്ടാകാൻ പോകണമെന്നാണ് പറഞ്ഞത്. ഉണ്ടായി തുടങ്ങിയില്ലേ? ഇപ്പം ഗർഭിണിയായ നഗ്നയെ കൊണ്ടുവന്ന് ഒരു സിനഡിൽ എഴുന്നള്ളിച്ചില്ലേ? അവർ ടൈം മദറാ. ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ പച്ചമാമ ടൈം മദറാ. അബോറിജിനൽസ്, ആദിവാസികൾ സമയത്തിൻ്റെ ദൈവമെന്ന് വിളിക്കുന്ന ആളാണ് ഈ പച്ചമാമ. അപ്പം പരിശുദ്ധ മറിയത്തെ ഡീത്രോൺ ചെയ്തുകൊണ്ടാണ് പച്ചമാമ കയറി വരുന്നത്. അതാണ് ദുരന്തം. അതും ദുരന്തമാണ് ശരിക്കും. അറിയാതെ ചെയ്യണതാണ്. വളരെ നല്ല ആഗ്രഹത്തോടു കൂടി ഈ ഭൂമിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഉള്ള, ഇതിനെ വീണ്ടും പച്ചപിടിപ്പിക്കാൻ വേണ്ടിയുള്ള സഭയുടെ സുവിശേഷ പരിശ്രമങ്ങളാണ്. പക്ഷേ ഈ ടൈം മദറിൻ്റെ ഒക്കെ മുമ്പിൽ ചില വൈദികർ കുമ്പിട്ട് നിന്നത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ പ്രാർത്ഥനയുടെ വിഷയമാണ്. യഥാർത്ഥത്തിൽ ടൈം മദർ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. അതാണ് സഭ എത്രയും വേഗം ഈ പ്രത്യക്ഷീകരണം പഠിക്കണമെന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ ദുരന്തമുണ്ടാകും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.
യേശുവേ ആരാധന കർത്താവേ, മഹത്വം ദൈവമേ ആരാധന, ദൈവമേ മഹത്വ കർത്താവേ ആരാധന കർത്താവേ. എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. നേർച്ച വസ്തു കയ്യിലെടുക്കുക. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. നമ്മുടെ ഏറ്റവും വലിയ നേർച്ച വസ്തു അറിയാമല്ലോ, പരിശുദ്ധ പ്രവർത്തനത്തിൻ്റെ പത്രമാണ്, കൃപാസനം പത്രം. അത് പ്രാർത്ഥനയോടെയും കർത്താവിനെ അറിയാത്തവരെ അറിയണം എന്നുള്ള ദൈവസ്നേഹത്തോടെയാണ് പരിശുദ്ധ പ്രവർത്തനം ചെയ്യേണ്ടത്. ഓരോരുത്തരും കൊണ്ടേ കൂട്ടി വെക്കരുത്. അത് വെളുക്കാൻ തേക്കുന്നത് അച്ഛൻ എപ്പോഴും പറഞ്ഞ പോലെ പാണ്ടാകും. നമ്മുടെ ആത്മാർത്ഥക്കുറവും സമയം ഇല്ല എനിക്കിതൊന്നും, ഇതൊക്കെ പിന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയാണ്. അപ്പോൾ ദൈവം തിരിച്ചു ചോദിച്ചാൽ നിൻ്റെ വിഷയം ഇതുപോലെ ഞാൻ കാട്ടിക്കൂട്ടിയാൽ മതിയാന്ന് ചോദിച്ചാൽ നീ പണിയാവും നിനക്ക്. അപ്പോൾ ദൈവത്തോട് ആത്മാർത്ഥത കാണിക്കരുത്. ഓരോ വ്യക്തിയും കർത്താവിന് വേണ്ടി ഇത്തിരി അപമാനം സഹിച്ചാലും കുഴപ്പമില്ല, അത് കൊണ്ടുപോയി കൊടുക്കണം, വ്യക്തികളെ ഏൽപ്പിക്കണം. കഴിഞ്ഞ ദിവസങ്ങളൊരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞില്ലേ, അവരെന്നാ പറഞ്ഞത്? രാവിലെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ച് കുർബാനയ്ക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഈ പത്രവും കൊണ്ട് ഇറങ്ങും. എന്തിനാണ്? ഓരോരുത്തരെയും കണ്ട് ഏൽപ്പിക്കാൻ. ആ കാരുണ്യ പ്രവൃത്തി, അതിനുശേഷം ഉച്ചകഴിഞ്ഞ് ഞാൻ കാരുണ്യ പ്രവൃത്തിക്ക് പോകും. ഉടമ്പടി ജീവിക്കുകയാണ് കേരളം. അത്രയും ശക്തമായ രീതിയിൽ ജനങ്ങൾ ജീവിക്കുമ്പോൾ നിൻ്റെ ഈ തരികിട പരിപാടി കാണിച്ച പണി കിട്ടാൻ സാധ്യതയുണ്ട് നിനക്ക്. അതുകൊണ്ട് കിട്ടിയത് നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ കർത്താവിനോട് തീക്ഷ്ണമായ ദൈവസ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസപൂർവ്വം ആചരിക്കെ. Lord Jesus Christ, pour out His Spirit, the fire of finger, soak with the precious blood. I cast out disease and cast from you, by God the Father Almighty, who made heaven and earth in the contain. Let the disease power, disease legions, Satan's attacks and machinations be dispelled and torn far from me. May blessing bring you health in body and mind, peace and harmony in the family, and with the authority of the Catholic Church, the power of Jesus Christ, with the merited of the Holy Priesthood, I bless and hallow these lyrics, those using of grace and peace and power. സമാപന ആശീർവാദത്തിന് സമയമാണ്. 2-3 പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ ശുശ്രൂഷ വാർഷികം സമാപിക്കുന്നത് റാലിയോട് കൂടിയാണ് അല്ലേ? ആ റാലി കഴിയുമ്പോൾ വീണ്ടും ശുശ്രൂഷ വർഷം നവംബർ 1 തീയതി മുതൽ പുതിയത് ആരംഭിക്കും. അപ്പോൾ ഈ ശുശ്രൂഷകളെല്ലാം റാലി കഴിയുമ്പോൾ നമുക്ക് 1,10,000 നമുക്ക് ഈ പ്രാവശ്യം 15 ലക്ഷം ജപമാലയാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. 2003 തുടങ്ങിയ റാലിയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജപമാല നമുക്ക് ലഭിക്കുന്നത്, ആസ്തി ഉണ്ടാകുന്നത് ഈ സമയത്താണ്. അപ്പോൾ 1.5 കോടി ജപമാല നമ്മൾ ഈ 2003 മുതൽ റാലി നടത്തി ചൊല്ലിയിട്ടുണ്ട്. ഇതാണ് ലൈറ്റ് ക്യാൻഡിൻ്റെ പേരക്കസിൻ്റെ ആസ്തി എന്ന് പറയണത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, ഇവിടെ വന്നു. അവരുടെ സ്ഥലം വിൽക്കാത്ത സ്ഥലമാണ്, അവർക്ക് വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ അവരെന്താ ചെയ്തത്? ലൈറ്റ് ക്യാൻഡിൽ പേർ റിക്വസ്റ്റ് ഇടും. അതിനകത്ത് 1 കോടി ജപമാലയാണ് അവിടെ ആസ്തി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയല്ലോ, ഇങ്ങനെ വർഷങ്ങളായി ഇങ്ങനെ പ്രാർത്ഥിച്ചു. മിഷൻ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവിനെ അറിയാത്തവർ അറിയാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും. അപ്പോഴാണ് നമുക്കിതുപോലെ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആശ്വാസം ലഭിക്കുന്ന ലിങ്കുകളൊക്കെ കിട്ടുന്നത്. ഇതെല്ലാം പുതിയ പ്രാർത്ഥനകളല്ലേ, എല്ലാ മനുഷ്യരെയും നിങ്ങൾക്കത് വളരെ സത്യസന്ധമായിട്ട് കണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് പ്രാർത്ഥനകളെല്ലാം. ഇപ്പോൾ ലൈറ്റൊക്കെ അതിൻ്റെ പേർ റിക്വസ്റ്റ് ഇടാൻ നിങ്ങൾ മറ്റുള്ളവരോടും പറയാം. അക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ അനുവാദമില്ല. ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞവരൊക്കെ പണ്ട് അനുവാദം ഉണ്ടായിരുന്ന കാലത്ത് ചെയ്തതാണ്. അക്രൈസ്തവ സഹോദരൻ 2 കാര്യങ്ങൾ ഉടനെ ചെയ്യാം. അവർക്ക് ഉടമ്പടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് വിശ്വാസ പ്രമാണം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്
ഞങ്ങൾ നിർബന്ധപൂർവ്വമായിട്ട് നിങ്ങളോടത് ചെയ്യാൻ പറയാത്തത്. പക്ഷേ നിങ്ങൾക്ക് അമ്മമാതാവിൻ്റെ അനുഗ്രഹം ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ സാക്ഷ്യങ്ങളിലും കുറേ അധികം ആൾക്കാർ അക്രൈസ്തവ സഹോദരങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഉടമ്പടി അല്ലാതെ നിങ്ങൾക്കൊരു പേപ്പർ ഓഫീസിൽ നിന്ന് മേടിച്ചിട്ട് അല്ലെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ആ സങ്കടങ്ങളും പ്രാർത്ഥനകളും എഴുതിയിടാം. എന്നിട്ട് പക്ഷേ നിങ്ങൾ വിശുദ്ധിയോടെ, നാവ് വിശുദ്ധിയോടെ, ശരീരവിശുദ്ധിയോടെ, വ്രതത്തോടെ, ഉപവാസത്തോടെയൊക്കെ അതിനെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു പോകാൻ അമ്മ മാതാവ് നിങ്ങളെ സഹായിക്കും. കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ഉടമ്പടി എടുത്ത് നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അക്കറയൊക്കെ ഉടമ്പടി എടുക്കാൻ അനുവാദം ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവരെ അമ്മ ദൈവം തള്ളിക്കളയത്തില്ല. കാര്യം കണ്ണീരിനും ക്യാൻസറിനും ഒക്കെ ജാതി മതവും പറയണത് മനുഷ്യത്വമില്ലാത്ത പരിപാടിയാണ്. അത് ജാതി മതവും ഇല്ല, ദൈവമാണത് തീരുമാനിക്കണത്. എൻ്റെ മക്കൾ, നിങ്ങൾ നിലവിലുള്ള സംവിധാനം ചെയ്താൽ മതി. പിന്നെ ക്രൈസ്തവർക്ക് അക്രൈസ്തവർക്ക് വേണ്ടി ഉടമ്പടി എടുത്തു കൊടുക്കാവുന്നതാണ്. എന്നുവെച്ചാൽ അവരെ ഉടമ്പടി എടുക്കുമ്പോൾ അക്രൈസ്തവരുടെ സങ്കടങ്ങളും കൂടി രോഗങ്ങളും കൂടി നിങ്ങളെ ഉടമ്പടി ചേർത്ത് ചോദിച്ചാൽ നിങ്ങളെ അവർ സഹായിച്ചു കൊടുക്കണം.